ഇത് അവള് വന്നല്ലോ. 50. ഞാൻ നൈസായിട്ട് പരിപാടി സെറ്റ് ചെയ്ത് നോക്കാം. എന്റെ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാൽ മതി, ഞാൻ വിളിക്കാം. ഒരു അമ്പലത്തിന് കമ്മിറ്റിക്കാർ വിളിച്ചായിരുന്നു, ഉത്സവമല്ലേ, രണ്ടുപേരും അങ്ങോട്ട് പോകണം. എന്താ പേര്? അശ്വതി. എവിടെയാ വീട്? തൊടുപുഴ. അശ്വതി സെയിൽസ് ഗേളാ അല്ലേ? ആ അതെ. എടോ ടെൻഷൻ ആവണ്ട, പറഞ്ഞോ. മാം എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം. കാണിച്ചു കൊടുക്കുക. അവിടെ. സാറേ ഷോക്ക് മാറാത്തിന്റെ പാവം. നീ അങ്ങോട്ട് പറഞ്ഞേ. सर सही में मैं मर जाऊंगा सर। वेट नंबर बोलो। 94321 34332। फोन नहीं उठाएगी साहब, नहीं उठाएगी। हेलो स्नेहा, हेलो. ഒരു പപ്പുവിനെ അറിയോ? ഈ ഗ്ലാസ് ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്നത്. मेरी बात करो सर। साहब मेरे को स्नेहा से एक बार साहब। मेरी बात। പുള്ളിയുടെ ഫ്രണ്ട്സിന്റെയോ റിലേറ്റീവ്സിന്റെ ആരെങ്കിലും നമ്പർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ. साहब थोड़ा, अरे थोड़ा मेरी बात कराओ ना साहब, मेरी बात करो नहीं बात। പറഞ്ഞ വിശ്വസിക്കില്ല. സാറ് നോക്കി. साहब थोड़ा फोन थोड़ा। ആ ചാകാൻ പോയതിന്റെ കാമുകിയുടെ നമ്പർ വാങ്ങിട്ട് പരിപാടി തുടങ്ങി. ഇവനധികം സമയമൊന്നും വേണ്ട സാറേ. ഞങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. സാർ ഈ വീഡിയോ ഒന്നുണ്ട്. കണ്ടാ, ഇവനെല്ലാ വീട്ടിലും കയറുന്നുണ്ട് സാറേ. താനിങ് വന്നേ. വാ. പീറ്റർ ആൻസറിങ് സർ. ഓവർ. പീറ്റർ ആൻസറിങ്. മെസ്സേജ് ക്ലിയർ ആയിട്ടുണ്ട്, മെയിൽ ചെക്ക് ചെയ്തോളാം. ഓവർ. വാടാ തള്ളലെന്ന് സാറേ അതെൻ്റെ പരിധി തന്നെ സാറേ. ജസ്റ്റ് ബോർഡറായിട്ട് വരും. ഞാൻ അന്വേഷിച്ചോളാം സാർ. ഓക്കെ സാർ ഇത് മാങ്ങാണ്ടി സുരേഷ്, നമ്മുടെ പാലത്തിനിടയിലെ ആ കേസില്ലേ? നിനക്ക് എവിടെ നിന്ന് കിട്ടിയാടേ മാങ്ങാണ്ടി? സർണയമാണ്. സർണയമോ? അച്ഛന് മാങ്ങ കച്ചവടം വരുന്നു. മാങ്ങ ബാബുന്ന് എല്ലാവരും വിളിച്ചിരുന്ന. ഈ നോർത്ത് ഭാരതത്തിന് അടിക്കിടന്ന് മരിച്ച ഗണേശനും നീ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു അല്ലേ? നന്നായി. ഇത് ചോദിക്കാൻ അടുപ്പിച്ച് ഇതിപ്പോ ഏത് മന്ത്രവാദിയാലും കോഴിക്കടക്കപ്പുറത്തിൽ എന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോ. എടാ മര്യാദക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിന്റെ ഈ തടി കേടാകുക. സാറേ ആരെ കത്തിയൊക്കെ ആയിട്ടാ ഇവര് നടപ്പ്. ആരെ കത്തിയാണെന്ന് പറഞ്ഞ് കൊലപാതകയാവും. അതിനൊരു മനസ്സും കൂടി വേണ്ടേ? ശരി ഫേ സാറേ പിന്നെ അകത്തോണ്ട് പോയി ചോദിക്കേണ്ട പോലെ ഒന്ന് ചോദിക്കും. ചെല്ലേ സാറ് ചോദിക്കും. ചെല്ലേ എന്ത് ആണാ? എന്നാ സാറേ ഒരു ബലാത്സംഗ കേസ് എഴുതി. അതിനുള്ള ഐറ്റം കൂടി എന്റെ കയ്യിലുണ്ടല്ലോ. സാറേ കൈ പിടിച്ചിരിക്കണം. സാറേ എനിക്കറിയാൻ ഓരോന്നേക്ക് വരിക. ആ എടാ നീ പെട്ടെന്ന് വരണേ. ഹലോ, ഞാൻ ലിങ്കൻ. 1 മിനിറ്റ്. അതെ, മൊഴി കൊടുക്കുമ്പോൾ കുട്ടിക്ക് അപകടമില്ലാത്ത രീതിയിൽ കൊടുത്താൽ മതി. ടെൻഷൻ ഉണ്ട്, ഞങ്ങളെല്ലാം കൂടുണ്ട്. ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ അയാൾ തന്നെ വീടിനകത്ത് വിളിച്ചു വരുത്തി അപമര്യാദയായിട്ട് പെരുമാറി. കുട്ടിയുടെ നിലവിളി കേട്ടാണ് ഞങ്ങൾ ഓടി വന്നത്. ഇനി പോലീസുകാർ ചോദിച്ചാൽ ശ്രദ്ധിച്ചു, ഈ ചേട്ടന്മാർ വന്നില്ലായിരുന്നെങ്കിൽ എന്ന് ഇമോഷണലായിട്ട് പറഞ്ഞാൽ മതി. SP നമ്മളെ അടുത്ത ആളാണ്. ഈ പ്രശ്നം വിളിച്ച് സോൾവ് ചെയ്ത് നല്ലൊരു എമൗണ്ട് നഷ്ടപരിഹാരം വാങ്ങിത്തരാനാണ് അസോസിയേഷൻ മെമ്പേഴ്സായി ഞങ്ങളുടെ തീരുമാനം. എല്ലാവരും കുട്ടിയുടെ കൂടെയാണ്, അതും സാക്ഷികളായിട്ട്. പിന്നെ ഒരു
ടെൻഷനൊക്കെ മാറിയോ? അശ്വത് എന്തിനാ ഈ ഇന്ദിരാനഗർ കോളനിയിൽ പോയത്? സെയിൽസിനാണ് സർ. എന്തിന്റെ സെയിൽസാ? ബുക്സിന്റെ. ആ, ഈ ബുക്സുമായി പോയ താനെങ്ങനാ ആ വീടിന്റെ ഉള്ളിലായത്? സാറേ, ഇന്നലെ രാത്രി ഞാൻ ഒരു ഷവർമ കഴിച്ചതാ. ഇന്ന് രാവിലെ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് നല്ല വയറുവേദനയാണ്. ഫുഡ് പോയ്സൺ ആയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയാ സാറേ ഞാൻ പല വീടിൻ്റെയും മുന്നിൽ ചെന്നേ. പക്ഷെ ആരും ഗേറ്റ് കടത്തിയില്ല. അവസാനം എന്തേ ആ ഇരിക്കുന്ന സാറാ സമ്മതിച്ചേ. ഞാൻ പുള്ളിയുടെ വീട്ടിൽ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ പുറത്ത് നല്ല ഒച്ചയമ്പകളും ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇയാൾ മൊബൈലും പിടിച്ച് എൻ്റെ മുന്നിൽ നിൽക്കും. പിന്നെ അതേ ഈ സാറ് ആ ഇരിക്കുന്ന സാറിനെ വീണ്ടും അതിട്ട് നല്ലോണം തല്ലി. ഞാൻ കണ്ടതാ. സാറേ, ഞാൻ ചെല്ലുമ്പോൾ ഈ കുട്ടി പെട്രോൾ പമ്പിലെ ടോയ്ലറ്റിലോട്ട് കയറുമായിരുന്നു. നീക്ക് എന്താ മോറൽ പോലീസും കളിക്കാണ്? അല്ല സാറേ, എന്തല്ലെന്ന്? സാറേ, അവനെ വിട്ടേക്ക്. തല്ലിയത് ഞാനാ. അത് ഈ കേസിനൊന്നുമല്ല. അവനെൻ്റെ ഭാര്യയോട് വളരെ മോശമായിട്ട് പെരുമാറിയതുകൊണ്ട്. ആ, തന്റെ ഭാര്യയോട് മോശമായിട്ട് പെരുമാറിയാ താ കയറി ഉണ്ടാക്കും. പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണോ ഇവിടെ? എടോ, അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് അവർ ഇവിടെ വന്ന് പറയണം. മനസ്സിലായോ? പരാതി പറഞ്ഞിട്ടുണ്ട്. SP സാർ വിളിച്ചില്ലേ? അതുകൊണ്ട് എന്ത് വാങ്ങണോ? അതൊന്നും വേണ്ട കേട്ടോ. സാറേ, ഭാര്യ വരും സാർ. ഭാര്യ വന്നിട്ട് പരാതി എന്നാ പറയേ. വിളിപ്പിക്കാം സാറേ. എത്തട്ടാ, വിളിപ്പിക്കാം സാറേ. സാറേ, എന്നാ ആ, അങ്ങോട്ടിരിക്കേ. ആ, ഇല്ല, ഇവൻ്റെ ഒരു കേസ്. എന്താ ഏത്തട്ടാ? ധന്യെ വിളിച്ചൊരു പരാതി കൊടുക്കാൻ പറഞ്ഞു. വിളിച്ചാ എന്നിട്ട്? ഇപ്പം എത്തുമെന്ന് പറഞ്ഞു. എന്താണ് സംഭവം? എന്ത് സംഭവം ഇത്തരം നേരിട്ട് കണ്ട? എന്ത് സംഭവം? ധന്യച്ചൊരു മോശമായിട്ട് പെരുമാറിയ സംഭവം. വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. തുറന്നു നോക്ക്. അതെ, ഹെഡ്സെറ്റ് വെച്ച് കേൾക്ക്. ക്ലിപ്പാണ്. കേട്ട് നോക്ക്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നോടൊന്നും പറയണ്ടാ. എന്താ നിന്റെ പേര്? ജോയി. എന്താ പണി? ഇറച്ചി കേട്ടോ സാറേ. ഈ പട്ടാളക്കാരനെ നടുറോഡിൽ വെച്ച് തല്ലിയെന്നൊരു പരാതി ഉണ്ടല്ലോ. സാറേ, രാവിലെ ഞാൻ പണിക്ക് പോകാൻ നേരത്തെ ഇയാൾ എന്നെ റോട്ടിൽ തടഞ്ഞു നിർത്തി രാജ്യദ്രോഹിന്ന് വിളിച്ച് നാട് കടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി സാറേ. അടി കൊടുത്തുകൊണ്ട് പണിക്ക് പോകാൻ പറ്റി. എന്തിനാ തടഞ്ഞു നിർത്തിയേ? സാറേ, ഇയാൾ എനിക്ക് മൊബൈലിൽ ഒരു മെസ്സേജ് അയച്ചു. അതിന് ഞാൻ മറുപടി ഒന്നും അയച്ചില്ല. അതിനാ സാറേ. അതെന്തായിരുന്നു മെസ്സേജ്? സാറേ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സാറ് പറഞ്ഞാൽ അതിന് മറുപടി അറിയിക്കുന്നുണ്ടോന്ന്? സാറേ, ഇയാൾക്ക് കോട്ടയം പെൻഷനും ഒക്കെ ഉണ്ട്. അത് പഠിച്ച് വാട്സാപ്പ് നോക്കി വീട്ടിൽ ഇരുന്നാൽ മതി. പണിക്ക് പോകാതെ സ്വാതന്ത്ര്യം ആഘോഷിക്കാനുള്ള പാങ്ങൊന്നും എനിക്കില്ല സാറേ.